കഴുത ദേവലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഒരു ജോലിയും ചെയ്യേണ്ടാത്തതുകൊണ്ട് അവനവിടെ നല്ല സുഖമായി തോന്നി. വൈകുന്നേരത്തിനുള്ളിൽ ദേവലോകത്തെ ഒരുപാട് സ്ഥലങ്ങൾ അവൻ കണ്ടു. അവനിപ്പോൾ വിശക്കാനും തുടങ്ങി. ദേവതേ, എനിക്ക് നന്നായി വിശക്കുന്നു. നിനക്ക് വിശക്കുന്നുണ്ടോ ഡങ്കി? ആ, ഒരുപാട്. നോക്ക്, അവിടെ നല്ല നിറങ്ങളുള്ള പൂക്കളില്ലേ, അത് നിനക്ക് കഴിക്കാം. എന്താ, പൂവോ? പക്ഷെ പൂവ് കഴിച്ചാൽ എങ്ങനെ വിശപ്പടങ്ങും? നിനക്ക് വിശ്വാസമില്ലെങ്കിലും അതൊന്ന് കഴിച്ചു നോക്ക്. ദേവതയുടെ വാക്ക് കേട്ട് കഴുത പൂക്കളുടെ അടുത്തേക്ക് പോയി. അവൻ ആ പൂ കഴിക്കുകയും ചെയ്തു. കൊള്ളാമല്ലോ, ഇതിന് നല്ല രുചിയുണ്ട്. അങ്ങനെ അവന്റെ വിശപ്പും അവിടെ മാറിയിരിക്കുന്നു. ദേവലോകത്തിലെ എല്ലാ പൂക്കൾക്കും ഈ ശക്തിയുണ്ട്. ഇത് കഴിക്കുന്നവരുടെ എല്ലാം വിശപ്പ് ഒറ്റ നിമിഷത്തിൽ മാറും. കൊള്ളാം, ഇത് അതിനേക്കാൾ നല്ല വാർത്തയാണ്. കഴുത ദേവലോകത്ത് നന്നായി ജീവിച്ചു വന്നു. അവന് ഒരു ജോലിയും ചെയ്യേണ്ടതായി വന്നില്ല. ആരുടെ ആജ്ഞയും കേൾക്കേണ്ടതായും വന്നില്ല. വിശക്കുമ്പോഴും ഭക്ഷണത്തിന് അവന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ആദ്യ കുറച്ച് ദിവസങ്ങളിൽ അവനെല്ലാം നന്നായിരുന്നു.